ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് പുതിയ ക്ലാസ്സുകൾ നേടൂ. നമസ്കാരം, രഞ്ജിത്ത് ഇംഗ്ലീഷിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലെ അടുത്തൊരു ക്ലാസ്സിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. ഒപ്പം ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ക്ലാസ് ആദ്യമായി കാണുന്നവർ പുതിയ ക്ലാസ്സുകൾ നിങ്ങളുടെ ഇമെയിലേക്ക് ലഭിക്കാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഇതുവരെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണുവാൻ വേണ്ടി താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകളിൽ കയറുക. അപ്പം വീണ്ടും രഞ്ജിത്ത് ഇംഗ്ലീഷിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. How many lessons dash a week? ഇവിടെ കൊടുത്തിട്ടുണ്ട് does he have, he has, he does have, he had. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ തന്നിരിക്കുന്ന സെന്റൻസ് ഏത് തരത്തിലുള്ള സെന്റൻസ് ആണെന്ന് നോക്കണം. ഈ തന്നിരിക്കുന്ന സെന്റൻസ് ഏത് തരത്തിലുള്ള സെന്റൻസ് ആണ്? ഒരു ചോദ്യ രൂപത്തിലുള്ള സെന്റൻസ് ആണ്. ഒരു ചോദ്യ രൂപത്തിലുള്ള സെന്റൻസിന്റെ പ്രത്യേകത എന്താണ്? അവ ഒരിക്കലും പ്രസ്താവന രൂപത്തിലായിരിക്കത്തില്ല, സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള രീതിയിലായിരിക്കത്തില്ല. സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ എങ്ങനെ? സബ്ജക്ട് പ്ലസ് ഓക്സിലറീസ് പ്ലസ് വെർബ് പ്ലസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്റ്റേറ്റ്മെന്റ് രൂപം പോകുന്നത്. എന്നാൽ ചോദ്യവാക്യം വരുമ്പോൾ നമ്മൾ ആദ്യം എന്തെഴുതും? ക്വസ്റ്റ്യൻ വേർഡ് എഴുതും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? പിന്നീട് നമ്മൾ സഹായക്രിയ എഴുതുന്നു. ക്വസ്റ്റ്യൻ വേർഡ് എഴുതി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഉടനെ കയറി സഹായക്രിയ എഴുതും. അതിനുശേഷമേ നമ്മൾ സബ്ജക്ട് എഴുതത്തുള്ളൂ. അതും കഴിഞ്ഞിട്ട് നമ്മൾ അവിടുത്തെ വെർബ് എഴുതത്തുള്ളൂ. അതായത് ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് ഓക്സിലറീസ് പ്ലസ് സബ്ജക്ട് പ്ലസ് വെർബ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. എന്നാൽ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിലോ സബ്ജക്ട് പ്ലസ് ഓക്സിലറീസ് പ്ലസ് വെർബ് പ്ലസ് ബാലൻസ് എന്നുള്ള. സ്റ്റേറ്റ്മെന്റിൽ സബ്ജക്റ്റിന് ശേഷം സഹായക്രിയ, അതിനുശേഷം വെർബ്, പിന്നെ ബാലൻസ്. എന്നാൽ ഇവിടെ ക്വസ്റ്റ്യൻ വേർഡ് ആദ്യം എഴുതുന്നു, അതിനുശേഷം സഹായക്രിയ വരുന്നു, അതിനുശേഷം സബ്ജക്റ്റ് വരുന്നു, പിന്നീട് വെർബ് വരുന്നു. ഇത്തരത്തിലായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു ചോദ്യമാണ്. ഇവിടെ ചോദ്യവാക്ക് തന്നിട്ടുണ്ട്. എന്ത്? ഹൗ മെനി ലെസൺസ്. ഈ ഹൗ മെനി ലെസൺസ് എന്ന് പറയുന്നത് ഒരു ഫ്രേസ് ആയിട്ട് നിൽക്കുന്നു. അതിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? പരിഗണിക്കാം. ഒരു ക്വസ്റ്റ്യൻ വേർഡായിട്ട് പരിഗണിക്കാം. ഒരു വേർഡല്ല, 2-3 വേർഡ്സ് ഉണ്ട്. അതുകൊണ്ട് അതിനെ ഫ്രേസ് എന്ന് നമുക്ക് വിളിക്കാം. ഫ്രേസ് എന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇവിടെ സങ്കല്പിക്കുക, നമ്മൾ അതിനെ ഒരു ക്വസ്റ്റ്യൻ വേർഡായിട്ട് ഇത്രയുള്ളതിനെ നമ്മൾ സങ്കല്പിക്കുക. അപ്പൊ നമ്മുടെ ചോദ്യമായി, ചോദ്യവാക്കായി എന്ത്? ഹൗ മെനി ലെസൺസ്, എത്ര ലെസൺസ് എന്നുള്ളത്. ഇനി ഇത് കഴിഞ്ഞാൽ ഉടനെ വരേണ്ടതാ? സഹായക്രിയ വരണ്ട. കാരണം ഇത് ഇൻട്രോഗേറ്റീവ് സെന്റൻസ്, ക്വസ്റ്റ്യൻ സ്റ്റൈലുള്ള ചോദ്യവാക്യമാണ്. അപ്പൊ ഇനി ഇവിടെ ഓപ്ഷനിൽ സഹായക്രിയയിൽ തുടങ്ങിയിരിക്കുന്നത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. നോക്കുക, ഡസ് ഹി ഹാവ് എന്ന് പറയുന്ന സംഭവം ഉണ്ട്. ഇത് മാത്രമേ ഉള്ളൂ അങ്ങനെ എന്തിൽ തുടങ്ങിയിരിക്കുന്നത്? സഹായക്രിയയിൽ തുടങ്ങിയിരിക്കുന്നത്. അങ്ങനെ ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് തന്നെ ആയിരിക്കും ഉത്തരം. ഇനി 2 ഉണ്ടെങ്കിലോ നമ്മൾ നോക്കണം. ഡസിന് ശേഷം ഹി എന്ന് പറയുന്ന സബ്ജക്റ്റ് വന്നു. ഇവിടെ എല്ലായിടത്തും ഹി ആ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഹി എന്ന് പറയുന്ന സബ്ജക്റ്റ് വന്നതുകൊണ്ടാണ് ഡസ് എഴുതിയത്. ഈ സഹായക്രിയ ഇടുന്നത് ആരെ ആശ്രയിച്ചായിരിക്കണം? എപ്പോഴും സബ്ജക്റ്റിനെ ആശ്രയിച്ചാണ്. സഹായക്രിയയും വെർബും ഒക്കെ ഇടുന്നത് നമ്മൾ സബ്ജക്റ്റിനെ ആശ്രയിച്ചായിരിക്കണം. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ സിംഗുലർ രൂപത്തിലുള്ള സഹായക്രിയോ വെർബോ വരും. പ്ലൂറൽ ആണെങ്കിലോ പ്ലൂറൽ രൂപത്തിലുള്ള സഹായക്രിയോ വെർബോ വരും. ഇവിടെ ഹി വരുമ്പോൾ ഇവിടെ ഡസ് ആണ് വരേണ്ടത്. പിന്നെ അതിനുശേഷം നമ്മൾ വെർബ് എഴുതി, അത് ഹാവ് എന്ന് പറയുന്ന വെർബ്. അപ്പം ഇത് ക്വസ്റ്റ്യൻ സ്റ്റൈലിൽ തന്നെ വന്നു. ഇത് ചോദ്യവാക്യമാണ്. അപ്പൊ ഈ ഭാവം ആ തരത്തിൽ ചോദ്യ ശൈലിയിൽ തന്നെ വരണം. അങ്ങനെ ആകുമ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഈ എ എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇവിടുത്തെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഐ ഡാഷ് ദ ലെറ്റർ ബട്ട് ഐ കാൺ ഫൈൻഡ് എ സ്റ്റാമ്പ്. ഞാൻ കത്തെഴുതി, പക്ഷെ എനിക്ക് ഒരു സ്റ്റാമ്പ് കണ്ടെത്താൻ കഴിയുന്നില്ല. അപ്പൊ ഇവിടെ ഹാവ് റിട്ടൺ ആണോ, റോട്ട് ആണോ, ഹാഡ് റിട്ടൺ ആണോ, വാസ് റൈറ്റിംഗ് എന്നാണ്.
ഇവിടെ നോക്കുമ്പോൾ ഹാവ് റിട്ടൺ എന്ന് പറയുമ്പോൾ അത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആയിട്ട് പരിഗണിക്കും. ഈ റോട്ടിനെ നമുക്ക് സിമ്പിൾ പാസ്റ്റ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഹാഡ് റിട്ടൺ എന്ന് പറയുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. വാസ് റൈറ്റിംഗ് എന്ന് പറയുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ തന്നിരിക്കുന്നതിനകത്ത് പ്രസന്റ് ടെൻസ് ആയിട്ട് പറയാൻ ഏത് മാത്രമേ ഉള്ളൂ? ഈ എ എന്ന് പറയുന്ന ഓപ്ഷനേ ഉള്ളൂ. അത് പ്രസന്റ് ടെൻസിലെ ഏത് പിരിവാണ്? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ പെടും. ഇനി നമ്മൾ നോക്കുക, ഈ ബട്ട് കഴിഞ്ഞുള്ള ഭാഗം നമ്മൾ നോക്കുക. ഇതിനെ ആശ്രയിച്ചാണ് നമ്മൾ ഈ ഓപ്ഷനിൽ ഏത് എഴുതണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. ഇതൊരു വസ്തുത പറഞ്ഞു, അതിനുശേഷമുള്ള ഒരു കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ബട്ട് എന്ന് പറയുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? കോൺട്രഡിക്ടറി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റിനെ സൂചിപ്പിക്കുന്നത്. വെച്ചാൽ വിരുദ്ധങ്ങളായിട്ടുള്ള കാര്യങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ ബട്ടും യെറ്റും ഇൻസ്പൈറ്റ് ഓഫും ഡെസ്പൈറ്റും ദോ ആൾട്ടോ യെറ്റ് അവർ നെവർലെസ് ഇൻസ്പൈറ്റ് ഓഫ് ഡെസ്പൈറ്റ് ഇവയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? വിരുദ്ധങ്ങളായിട്ടുള്ള പ്രസ്താവനകൾ സൂചിപ്പിക്കാൻ വേണ്ടി. അപ്പൊ ഇവിടെ ഒരു സംഭവം ചെയ്തു പക്ഷേ നടന്നില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു കാര്യം നടന്നു ചെയ്തു എന്ന് പറയുന്ന കാര്യം ഏത് ടെൻസിലാണ് എന്ന് നമ്മൾ ആശ്രയിക്കുന്നത് ഈ പറയുന്ന ഭാഗത്തെ നോക്കിയാണ്. ഇവിടെ നോക്കുക, ഐ കാൻ ഫൈൻഡ് എ സ്റ്റാമ്പ് എന്ന് പറയുമ്പോൾ എനിക്കൊരു സ്റ്റാമ്പ് കണ്ടെത്താൻ കഴിയുന്നില്ല എന്നാ. അപ്പൊ അത് ഏത് ടെൻസാ? കഴിയുന്നു കഴിയുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ പ്രസന്റ് ടെൻസ് ആണ്. അപ്പൊ ഇത് പ്രസന്റ് ടെൻസിൽ പറഞ്ഞൊരു കാര്യമാണ്, പ്രസന്റ് ടെൻസിൽ പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ വരേണ്ടതും അതേ ടെൻസിലുള്ള സംഭവങ്ങൾ തന്നെ ആയിരിക്കണം. ഒരേ സെന്റൻസിൽ ടെൻസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് വേണം എപ്പോഴും സംസാരിക്കുവാനും എഴുതുവാനും ഒക്കെ ചെയ്യേണ്ടത്. നമ്മൾ പറഞ്ഞു വരുന്നത് പ്രസന്റ് ടെൻസിലാണെങ്കിൽ ആ സെന്റൻസും എപ്പോഴും പ്രസന്റ് ടെൻസിൽ തന്നെ നമ്മൾ നിലനിർത്തണം. പക്ഷെ പ്രസന്റ് ടെൻസിലെ ഏതെങ്കിലുമൊക്കെ പിരിവ് കയറി തിരിഞ്ഞും മറിഞ്ഞൊക്കെ വരാം. ഒന്നിൽ ചിലപ്പോൾ സിമ്പിൾ പ്രസന്റ് അവിടെ തന്നെ വരാം, ചിലപ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് വരാം, ചിലപ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് വരാം, ചിലപ്പോൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് വരാം. അപ്പൊ ഏത് പിരിവുകൾ കയറി വരും, പക്ഷെ ടെൻസ് കറക്റ്റ് ആയിരിക്കും. അപ്പൊ ഇവിടെ പ്രസന്റ് ടെൻസ് ആണ് സംഭവം. അതുകൊണ്ട് തന്നെ ഇവിടെ വരേണ്ടതും പ്രസന്റ് ടെൻസ് ആണ്. അപ്പൊ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഈ സിയും ബിയും ഡിയും എല്ലാം പാസ്റ്റ് ടെൻസിൽ പെടുന്നതാണ്. ഇവിടെ പ്രസന്റ് ടെൻസിൽ പെടുന്ന ഏതാണ്? ഈ എ എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പോൾ ഐ ഹാവ് റിട്ടൺ ദ ലെറ്റർ, ഞാൻ ആ ലെറ്റർ എഴുതി കഴിഞ്ഞു, ഇപ്പൊ അങ്ങോട്ട് എഴുതിയതേ ഉള്ളൂ. അപ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്തിനാ ഉപയോഗിക്കുന്നത്? ഇപ്പോഴങ്ങോട്ട് നടന്നു കഴിഞ്ഞ കാര്യത്തെ സൂചിപ്പിക്കുവാനാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്, അല്ലെ? അപ്പൊ ഞാനങ്ങോട്ട് ലെറ്റർ എഴുതി കഴിഞ്ഞതേ ഉള്ളൂ, പക്ഷേ എനിക്ക് സ്റ്റാമ്പ് കണ്ടെത്താൻ കഴിയുന്നില്ല. അയക്കണമെങ്കിൽ സ്റ്റാമ്പ് വേണം, അത് കഴിയുന്നില്ല എന്നാ പറയുന്നത്. അപ്പൊ ഇവിടെ ഈ സെന്റൻസ് പ്രസന്റ് ടെൻസിലാണ് പറയുന്നത്. അപ്പൊ ഇവിടെ പ്രസന്റ് പെർഫെക്റ്റ് പറഞ്ഞു, പിന്നെ അതിനുശേഷമുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഐ ഹാവ് റിട്ടൺ ദ ലെറ്റർ ബട്ട് ഐ കാൻ ഫൈൻഡ് എ സ്റ്റാമ്പ് എന്നുള്ളതാണ് ഇവിടുത്തെ ആൻസർ ആയി വരിക. അപ്പൊ ഹാവ് റിട്ടൺ ആണ് ഇവിടുത്തെ ആൻസർ. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ദ ചീഫ് മിനിസ്റ്റർ വിത്ത് 2 of his ministers ഡാഷ് ഹിയർ. അപ്പൊ ഇവിടെ ഇത് കോൺകോഡുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. കോൺകോഡ് എന്ന് വെച്ചാൽ നമുക്കറിയാം സബ്ജക്ട് വെർബ് എഗ്രിമെന്റ്, അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണിത്. ഇവിടെ നമുക്ക് ആർ വരുമോ, വേർ വരുമോ, ഈസ് വരുമോ, ഹാവ് ബീൻ വരുമോ? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ദ ചീഫ് മിനിസ്റ്റർ വിത്ത് 2 of his ministers എന്ന് പറയുന്നതും ദ ചീഫ് മിനിസ്റ്റർ ആൻഡ് 2 of his ministers എന്ന് പറയുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്, അല്ലെ? ആൻഡ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവ 2 സബ്ജക്റ്റുകളായി മാറുന്നു. അതുകൊണ്ട് തന്നെ അവ പ്ലൂറലായി മാറും. എന്നാൽ വിത്ത് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അതെന്താവുന്നില്ല, പ്ലൂറൽ ആകുന്നില്ല. ഈ വിത്ത് വരുമ്പോഴും നമ്മൾ ആരെയാണ് നോക്കേണ്ടത്? ഫസ്റ്റ് സബ്ജക്റ്റിനെയാണ് നോക്കേണ്ടത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ വ്യക്തിയാണ് നമ്മൾ നോക്കേണ്ടത്. ഇത് മൊത്തത്തിലാണ് ഇവിടുത്തെ സബ്ജക്ട്. 2 കൂട്ടരെ പറയുന്നെങ്കിലും ഈ വിത്ത് ഇവിടെ വരുമ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ചൊരു സബ്ജക്റ്റ് ആയിട്ട് അങ്ങ് മാറുക. എന്നാൽ ഇവിടെ ആൻഡ് വന്നിരുന്നെങ്കിലോ സെപ്പറേറ്റ് സബ്ജക്റ്റ് ആയിട്ട് മാറും. അപ്പോൾ ഇത് പ്ലൂറലായിട്ട് മാറും, ഇത് മൊത്തത്തിൽ. എന്നാൽ ഇത് വിത്ത് വരുമ്പോഴത്തേക്ക് ഇത് കണക്ട് ചെയ്തു എന്നുവെച്ചാൽ ഇവയെല്ലാം കൂടെ ഒരുമിച്ചങ്ങ് ആക്കി വിത്ത് വരുമ്പോ, അല്ലേ? അപ്പൊ അങ്ങനെ വിത്ത് വന്നതുകൊണ്ട് ഇത് മൊത്തത്തിൽ എന്തായിട്ട് നമ്മൾ പരിഗണിക്കുന്നു? സിംഗുലറായി പരിഗണിക്കുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇവിടെ എഴുതേണ്ടത് സിംഗുലർ ആയിട്ടുള്ള സഹായക്രിയയോ വെർബോ ആയിരിക്കണം. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ സിംഗുലർ ആയിട്ടുള്ളത് ഏതാണെന്ന് നോക്കാം. ആർ പ്ലൂറലാണ്, വേർ പ്ലൂറലാണ്, ഹാവ് ബീൻ പ്ലൂറലാണ്.
അപ്പൊ ഇവിടെ സിംഗുലർ ആയിട്ട് വന്നിരിക്കുന്ന ഏതാണ്? ഈ ഈസ് ആണ്. അപ്പൊ ഇവിടെ വരേണ്ട ആൻസർ എന്തായിരിക്കണം? ഈസ് എന്ന് പറയുന്ന ആൻസർ, ഈസ് എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കണം ഇവിടെ ആൻസറായി വരേണ്ടത്. അപ്പൊ നമ്മുടെ ആൻസർ എങ്ങനെ ആയിരിക്കും? ദ ചീഫ് മിനിസ്റ്റർ വിത്ത് 2 of his ministers ഈസ് ഹിയർ എന്നാണ് പറയേണ്ടത്. എടുത്ത് നോക്കിയോ, അൺലെസ് ഡാഷ് യു വിൽ ഫെയിൽ എന്ന് പറയുമ്പോൾ ഇവിടെ ഏത് വരും? ഇവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ നല്ലതുപോലെ കഠിനാധ്വാനം ചെയ്തില്ല എങ്കിൽ നിങ്ങൾ പരാജയപ്പെടും എന്നാണ് പറയുന്നത്. അപ്പൊ നോക്കാം, ഇവിടെ അൺലെസിന് ശേഷം യു ഡു നോട്ട് വർക്ക് ഹാർഡ് എന്നാണോ, യു വർക്ക് ഹാർഡ് എന്നോ ആണോ, യു ഡോണ്ട് വർക്ക് ഹാർഡ്ലി എന്നാണോ, യു വർക്ക് ഹാർഡ്ലി എന്നാണോ ഉദ്ദേശിക്കുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അൺലെസ് എന്ന് വെച്ചാൽ എന്താണ്? അല്ലെങ്കിൽ എന്നാണ് അർത്ഥം. ആ അല്ലെങ്കിൽ എന്നുള്ള വാക്ക് നമുക്ക് വേറെ ഫ്രേസിലൂടെയും പറയാം. എങ്ങനെ? ഇഫ് നോട്ട്. ഇഫ് നോട്ടിന്റെ അർത്ഥം എന്തോ? ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ, അല്ലെങ്കിൽ എന്നാണ്. ആ ഇഫ് നോട്ടിന്റെ ഒറ്റ വാക്കാണ് എന്തെന്ന്? അൺലെസ് എന്ന് പറയുന്നത്. ആ ഇഫ് നോട്ടിൽ എന്തുണ്ട്? ഒരു നെഗറ്റീവ് ഉണ്ട്. ഏത്? ഇഫും നോട്ട് എന്ന് പറയുന്ന നെഗറ്റീവ്. അപ്പോൾ നെഗറ്റീവ് സെൻസ് ആണ്. അതിന്റെ ഒറ്റ വാക്കാണ് അൺലെസ്. അപ്പോഴും അൺലെസ് എന്ത് തന്നെയാണ്? നെഗറ്റീവ് സെൻസിലുള്ള ഒരു സെന്റൻസ് ആണ്, ഒരു വാക്കാണ്. പിന്നെ നമ്മൾ അൺലെസ് എഴുതി അങ്ങനെ നെഗറ്റീവ് ഫോമിലുള്ള അൺലെസ് വന്നു കഴിഞ്ഞാൽ പിന്നീട് അതിന്റെ തൊട്ട് വരുന്ന ഭാഗത്ത് നമ്മൾ നെഗറ്റീവ് വേർഡ് ഉപയോഗിക്കേണ്ട കാര്യം ഇല്ല. അങ്ങനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അർത്ഥം മാറിപ്പോ അത് മൊത്തത്തിൽ പോസിറ്റീവായിട്ട് അങ്ങ് മാറും. മനസ്സിലാവുണ്ടോ? അപ്പൊ ഇഫ് നോട്ടിന്റെ ഒറ്റ വാക്കാണ് അൺലെസ്. ആ ഇഫ് നോട്ടിനകത്ത് നോട്ട് എന്ന് പറയുന്ന നെഗറ്റീവ് ഉണ്ട്. അതിന്റെ ഒറ്റ വാക്കായിട്ട് അൺലെസ് മാറുമ്പോഴും ആ നോട്ട് അതിനകത്ത് തന്നെ ഉണ്ട്. അത് നെഗറ്റീവ് സെൻസ് ആണ് അൺലെസ് എന്ന് പറയുന്ന ഭാഗം. അപ്പൊ അൺലെസിനകത്ത് ഓൾറെഡി നെഗറ്റീവ് സെൻസ് ഉണ്ട്. പിന്നെ നമ്മൾ തുടർന്ന് വരുന്നതിനകത്ത് നോട്ടോ അങ്ങനെയുള്ള സംഭവങ്ങൾ നെഗറ്റീവ് വേണമെന്ന് എഴുതേണ്ട കാര്യമില്ല. അപ്പൊ ഇവിടെ നമ്മൾ അങ്ങനെ ഇല്ലാത്ത ഭാഗമാണ് നമ്മളിവിടെ ഓപ്ഷനിൽ നിന്ന് എടുത്ത് എഴുതേണ്ടത്. നോക്കാം, ഇവിടെ അങ്ങനെ ഇല്ലാത്ത ഭാഗം നോക്കാം. ഇവിടെ യു ഡു നോട്ട്, ഇവിടെ നോട്ടുണ്ട്. ഇവിടെ ഡോണ്ട് എന്ന് പറഞ്ഞ നോട്ടുണ്ട്. ഹാർഡ്ലി എന്ന് പറയുമ്പോഴും അതെന്താണ്? നെഗറ്റീവ് സെൻസ്. ഹാർഡ്ലി, സ്കേഴ്സ്ലി, റയർലി, സെൽഡം ഇതെല്ലാം നോട്ടിന് തുല്യമാണ്. അപ്പൊ അങ്ങനെ അല്ലാത്തത് എന്താ? ഈ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ്. യു വർക്ക് ഹാർഡ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ അൺലെസിനകത്ത് എന്ത് വന്നു? നെഗറ്റീവ് മീനിങ് വന്നു. പിന്നെ പോസിറ്റീവ് ആയിട്ടുള്ള ഭാഗമാണ് വരേണ്ടത്. യു വർക്ക് ഹാർഡ്. അപ്പൊ അൺലെസ് യു വർക്ക് ഹാർഡ് എന്ന് പറയുമ്പോൾ എന്താവും? മൊത്തത്തിൽ അത് നെഗറ്റീവായിട്ട് അങ്ങ് മാറും. നിങ്ങൾ നല്ലതുപോലെ പഠിച്ചില്ലെങ്കിൽ യു വിൽ ഫെയിൽ. കഠിനാധ്വാനം ചെയ്തില്ല എങ്കിൽ യു വിൽ ഫെയിൽ, നിങ്ങൾ പരാജയപ്പെടും എന്ന് വരും. അപ്പൊ ഇവിടുത്തെ ആൻസർ, ഈ 4ാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നതാണ് ഈ യു വർക്ക് ഹാർഡ് എന്നുള്ളതാണ് ആൻസർ. ഇനി നമുക്ക് നോക്കാം, ദ പാസീവ് ഫോം ഓഫ് മൈ അങ്കിൾ ഹെൽപ്സ് മീ. ഇതിന്റെ പാസീവ് ഫോം എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു ബി ഫോംസ് പ്ലസ് V3 എന്ന ഭാഗം ഉണ്ടോ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഓപ്ഷനിൽ നോക്കാം, ഇവിടെ ഐ ആം ബീങ് ഹെൽപ്ഡ് എന്ന് പറയുമ്പോൾ ഇവിടെയും B പ്ലസ് V3 ഉണ്ട്, ഇവിടെയും ബി ഫോംസ് പ്ലസ് V3 ഉണ്ട്, ഇവിടെയും ഉണ്ട്. ഇവിടെ പക്ഷെ അങ്ങനെ ബി ഫോംസ് പ്ലസ് V3 ഉണ്ട്, ഇവിടെയും ബി ഫോം. അപ്പൊ ഇതെല്ലാം പാസീവ് ഫോമിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ശ്രദ്ധിക്കണം? ഈ മീ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഇപ്പുറത്ത് വരുമ്പോ ഐ ആവണം. ഐ ഉള്ള ഭാഗങ്ങളുണ്ടോ എന്ന് നോക്കണം. അങ്ങനെ ഐ ഉള്ള ഭാഗങ്ങളാണ് ഈ 3. ഇനി ഇത് സിമ്പിൾ പ്രസന്റിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ബി ഫോംസ് വരുമ്പോ ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് V3 എന്ന് വരണം. അങ്ങനെയുള്ള ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് V3 എന്നുള്ള ഭാഗം ഉണ്ടോ എന്ന് നോക്കണം. ഉണ്ട്, കണ്ട ആം പ്ലസ് V3. അപ്പൊ അത് ഈസ് ഓർ ആം ഓർ ആറിന് തുല്യമാണ്, പ്ലസ് V3. അങ്ങനെ സ്ഥിതിക്ക് ഇതായിരിക്കും ആൻസറായി വരിക. ഐ ആം ഹെൽപ്ഡ് ബൈ അങ്കിൾ. മൈ അങ്കിൾ എന്നുണ്ട് കേട്ടോ, ഇവിടെ മൈ ഉണ്ട്. ഐ ആം ഹെൽപ്ഡ് ബൈ മൈ അങ്കിൾ എന്നുള്ള ഈ ഭാഗമാണ് കറക്റ്റ് ആൻസർ.
അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി എൻ്റെ ക്ലാസ് കാണുന്നവർ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്താൽ പുതിയ ക്ലാസ്സുകൾ നിങ്ങളുടെ ഇമെയിലേക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതുവരെയുള്ള ക്ലാസ്സുകൾ, ഈ ചാനലിലെ ഇതുവരെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണുവാൻ വേണ്ടി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കയറി കഴിഞ്ഞാൽ അവിടെ എല്ലാ ക്ലാസ്സുകളുടെയും ലിങ്ക് ഞാൻ ഓർഡറായി കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.